2 കിലോയുടെ ഒരു കോഴി വേണമല്ലോ. 2 കിലോയുടെ ഒരു കോഴിയെ പിടിച്ചോ. ചേട്ടാ ഒരു താറാവ്. താറോ? ഇത് കോഴിക്കടയാണോ മോനെ? താറാവിനെ തന്നെ വേണമെന്നല്ലോ ചേച്ചിമാര് പറഞ്ഞേ. ഏത് ചേച്ചിമാര്? അവർക്കെന്തിനാ താറാവ്? മണ്ട പോയ കവുങ്ങ് നോക്കി മുറിച്ചോടാ. ഒരു 5 മുറിക്കല്ലേ? ആരുടെ പറമ്പില്? ആ ചേട്ടായിയേ, ആ ഒന്നുമില്ലെന്നേ, കുറച്ച് കവുങ്ങ് കൊട്ടാൻ വന്നതാ. ഓഹോ, എന്തിനാടാ കവുങ്ങ്? ഓ, ഈ ചാക്കേ ഉള്ളോ? എന്താണ് നോക്കുന്നത്? ഈ വീട്ടിൽ ക്ലാസ് ചെയ്യാത്ത മാത്രമുള്ള ഒരു ചാച്ചാക്ക് പോലും എനിക്ക് റേസ് പ്രാക്ടീസ് ഉള്ളതാ. റൈസോ? എന്ത് റൈസ്? അതിനെന്തിനാണ് ചാക്ക്? എങ്ങോട്ടാ രാവിലെ തലേണയായിട്ട്? സമയമില്ലടി, തല്ലുണ്ടാക്കാനുള്ള പ്രാക്ടീസിന് പോവാ. ഈശോയെ, തല്ലുണ്ടാക്കാനോ? ആരെ തല്ലാൻ? അതിനെന്തിനീ തലേണ? എടി, നീ ഈ നാട്ടിൽ നിന്ന് താമസിക്കുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയെ തോമ ഒരു നസ്രാണിക്കല്ല് നടക്കുകയാണ്. ഓണത്തല്ല് ഞാനും ഉണ്ട്. പ്രാക്ടീസ് നടക്കുക, ഞാൻ പോവാ. ഓക്കെ? ഓ ശരിയാണല്ലോ, ഇന്ന് മാർഗംകളിയുടെ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞതാ. എന്നാ ഞാൻ ചെല്ലട്ടെ. പിന്നെ അച്ചായ ഒരു കാര്യം, തലേണ അടിച്ചു പൊട്ടിച്ചാലും വേണ്ടില്ല, കപ്പ് നമുക്കായിരിക്കണം. അത് ഞാൻ ഏറ്റമേ, കപ്പ് അടിച്ചിരിക്കും. ചാക്ക് എത്ര വെള്ളിയിൽ ചായക്കിലുണ്ടോ? നീ പോയി എടുത്തോ. നസ്രാണിക്കാരനോട് നമുക്ക് അടിപൊളിയാക്കണം. നസ്രാണിക്കാരനികളോ? നേരത്തെ പറയണ്ടടാ. 5 അല്ല 10 മുറിച്ചോണ്ട് പൊക്കോടാ പിള്ളേരെ. LKG പിള്ളേർ തൊട്ട് അപ്പാപ്പന്മാരും അമ്മാവന്മാരും ഒക്കെ കളത്തിലിറങ്ങുന്നുണ്ട്. അടിപൊളിയായിരിക്കും. പിന്നെ വട്ടുരുട്ടന്റെ ഞാനല്ലടാ, ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ. ക്യാപ്റ്റനോ? താനോ? ആണെന്നേ, വടംവലിയാണല്ലോ നസ്രാണിക്കാരനുവലിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അതിന്റെ ക്യാപ്റ്റനാണ്. പിന്നെ താറാവിനെ പിടിക്കാൻ വന്നത്, ഓ താറാവ് പിടുത്തം മത്സരത്തിനുള്ള താറാവിനെ ആയിരിക്കും അന്വേഷിച്ച് വന്നത്. നസ്രാണിക്കാരന് ഇവരൊന്ന് പറയണ്ടേ മോനെ? നിനക്ക് എത്ര താറാവിന് വേണേ ഞാൻ കൊണ്ടുതരും. ഓക്കെ കേട്ടോ. അപ്പൊ 6-ാം തീയതി കോതയിൽ കാണാം.